ലോഗോസ് ക്വിസ് കമ്പാനിയൻ മോക്ക് ടെസ്റ്റ് പ്രഭാഷകൻ 41, 42, 43 അധ്യായങ്ങളാണ് ഇത്തവണ. ഒന്നാമത്തെ ചോദ്യം, ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത്? ഓപ്ഷൻ എ പാപികളുടെ പിൻതലമുറ, ഓപ്ഷൻ ബി ദുഷ്ടന്റെ പിൻതലമുറ, ഓപ്ഷൻ സി വഞ്ചകന്റെ പിൻതലമുറ. ഉത്തരം പാപികളുടെ പിൻതലമുറ. രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ പാപിയുടെ പിതാവിനെ, ഓപ്ഷൻ ബി പ്രാർത്ഥനയില്ലാത്ത പിതാവിനെ, ഓപ്ഷൻ സി ദൈവഭയമില്ലാത്ത പിതാവിനെ. ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവിനെ. മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയുള്ള പിതാവ് നിമിത്തമാണ് മക്കൾ നിന്ദ അനുഭവിക്കുന്നത്? ഓപ്ഷൻ എ പ്രാർത്ഥിക്കുന്ന പിതാവ് നിമിത്തം, ഓപ്ഷൻ ബി കോപിക്കുന്ന പിതാവ് നിമിത്തം, ഓപ്ഷൻ സി ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം. ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം. നാലാമത്തെ ചോദ്യം, ആർക്കു കഷ്ടം എന്നാണ് പ്രഭാഷകൻ 41:8 കാണുന്നത്? ഓപ്ഷൻ എ ധിക്കാരികളായ ജനത്തിന്, ഓപ്ഷൻ ബി അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്, ഓപ്ഷൻ സി അനുസരണയില്ലാത്ത ജനത്തിന്. ഉത്തരം അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്. അഞ്ചാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ഡാഷ് വന്നവൻ ഡാഷിലേക്ക് മടങ്ങുന്നു. ഓപ്ഷൻ എ പൊടിയിൽ നിന്ന്, ഓപ്ഷൻ ബി ഭൂമിയിൽ നിന്ന്, ഓപ്ഷൻ സി ജലത്തിൽ നിന്ന്. ഉത്തരം പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ആറാമത്തെ ചോദ്യം, ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത്? ഓപ്ഷൻ എ കോപിക്കുന്നവൻ, ഓപ്ഷൻ ബി ദുഷ്ടൻ, ഓപ്ഷൻ സി ദൈവഭയം ഇല്ലാത്തവൻ. ഉത്തരം ദൈവഭയം ഇല്ലാത്തവൻ. ഏഴാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ഡാഷ് മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ ഡാഷ് പേര് പോലും മാഞ്ഞുപോകും. ഓപ്ഷൻ എ ശരീരനാശത്തെ പ്രതി പാപികളുടെ, ഓപ്ഷൻ ബി മനുഷ്യനെ പ്രതി നിന്ദകരുടെ, ഓപ്ഷൻ സി സഹോദരനെ നിന്ദകരുടെ. ഉത്തരം ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ പാപികളുടെ പേര് പോലും മാഞ്ഞുപോകും. എട്ടാമത്തെ ചോദ്യം, എന്തിൽ ശ്രദ്ധാലുവായിരിക്കാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്? ഓപ്ഷൻ എ ക്ഷമയിൽ, ഓപ്ഷൻ ബി കരുണയിൽ, ഓപ്ഷൻ സി സൽകീർത്തിയിൽ. ഉത്തരം സൽകീർത്തിയിൽ. ഒൻപതാമത്തെ ചോദ്യം, 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത്? ഓപ്ഷൻ എ സ്നേഹം, ഓപ്ഷൻ ബി സൽകീർത്തി, ഓപ്ഷൻ സി കരുണ. ഉത്തരം സൽകീർത്തി. പത്താമത്തെ ചോദ്യം പൂരിപ്പിക്കുക. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ ഡാഷ് ശാശ്വതവും. ഓപ്ഷൻ എ സ്നേഹം, ഓപ്ഷൻ ബി ക്ഷമ, ഓപ്ഷൻ സി സൽകീർത്തി. ഉത്തരം സൽകീർത്തി. 11ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. കുഞ്ഞുങ്ങളെ ഡാഷ് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ഓപ്ഷൻ എ സ്നേഹത്തോടെ, ഓപ്ഷൻ ബി ഉപദേശങ്ങൾ പാലിച്ച്, ഓപ്ഷൻ സി ക്ഷമയോടെ. ഉത്തരം ഉപദേശങ്ങൾ പാലിച്ച്. 12ാമത്തെ ചോദ്യം നിഷ്പ്രയോജനമായത് എന്തെല്ലാം? ഓപ്ഷൻ എ നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും, ഓപ്ഷൻ ബി കീർത്തിയും ജ്ഞാനവും, ഓപ്ഷൻ സി ദയയും കരുണയും. ഉത്തരം നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും. 13ാമത്തെ ചോദ്യം, ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം? ഓപ്ഷൻ എ സ്നേഹം മറച്ചുവെക്കുന്നവൻ, ഓപ്ഷൻ ബി കോപം മറച്ചുവെക്കുന്നവൻ, ഓപ്ഷൻ സി വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ. ഉത്തരം വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ. 14ാമത്തെ ചോദ്യം, ആരുടെ മുൻപിൽ അസന്മാർഗിയായിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഓപ്ഷൻ എ കൂട്ടുകാരന്റെ മുൻപിൽ, ഓപ്ഷൻ ബി പിതാവിന്റെയോ മാതാവിന്റെയോ മുൻപിൽ,
ഓപ്ഷൻ സി സമൂഹത്തിന്റെ മുൻപിൽ. ഉത്തരം പിതാവിന്റെയോ മാതാവിന്റെയോ മുൻപിൽ. 15ാമത്തെ ചോദ്യം ആരുടെ മുൻപിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഓപ്ഷൻ എ പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുൻപിൽ. ഓപ്ഷൻ ബി രാജാവിന്റെ മുൻപിൽ. ഓപ്ഷൻ സി സമൂഹത്തിന്റെ മുൻപിൽ. ഉത്തരം പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുൻപിൽ. 16ാമത്തെ ചോദ്യം ആരുടെ മുൻപിൽ തെറ്റ് ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഓപ്ഷൻ എ ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുൻപിൽ. ഓപ്ഷൻ ബി ദൈവത്തിന്റെ മുൻപിൽ. ഓപ്ഷൻ സി മുതിർന്നവരുടെ മുൻപിൽ. ഉത്തരം ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുൻപിൽ. 17ാമത്തെ ചോദ്യം ആരുടെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഓപ്ഷൻ എ ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുൻപിൽ. ഓപ്ഷൻ ബി സ്നേഹിതന്റെ മുൻപിൽ. ഓപ്ഷൻ സി മുതിർന്നവരുടെ മുൻപിൽ. ഉത്തരം ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുൻപിൽ. 18ാമത്തെ ചോദ്യം ആരുടെ മുൻപിൽ അനീതി പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഓപ്ഷൻ എ അയൽക്കാരുടെ മുൻപിൽ. ഓപ്ഷൻ ബി സഹോദരരുടെ മുൻപിൽ. ഓപ്ഷൻ സി സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുൻപിൽ. ഉത്തരം സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുൻപിൽ. 19ാമത്തെ ചോദ്യം പ്രഭാഷകൻ 41:19 പ്രകാരം ലജ്ജാകരമായത് എന്ത്? ഓപ്ഷൻ എ സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുക. ഓപ്ഷൻ ബി വ്യാജം പറയുക. ഓപ്ഷൻ സി തിന്മ പ്രവർത്തിക്കുക. ഉത്തരം സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുക. 20ാമത്തെ ചോദ്യം എന്തിന്റെ മുൻപിൽ ലജ്ജാഭരിതനാവുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻ എ ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ. ഓപ്ഷൻ ബി കരുണയുടെ മുൻപിൽ. ഓപ്ഷൻ സി സ്നേഹത്തിന്റെ മുൻപിൽ. ഉത്തരം ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ. 21ാമത്തെ ചോദ്യം എന്താണ് മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പ്? ഓപ്ഷൻ എ നിത്യവിധി. ഓപ്ഷൻ ബി മരണവിധി. ഓപ്ഷൻ സി നിത്യനാശം. ഉത്തരം മരണവിധി. പ്രഭാഷകൻ 42 അടുത്തത്. വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത്? ഓപ്ഷൻ എ കർത്താവിന്റെ സ്നേഹം. ഓപ്ഷൻ ബി കർത്താവിന്റെ പ്രവൃത്തികൾ. ഓപ്ഷൻ സി കർത്താവിന്റെ കരുണ. ഉത്തരം കർത്താവിന്റെ പ്രവൃത്തികൾ. 2ാമത്തെ ചോദ്യം തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ സൂര്യൻ. ഓപ്ഷൻ ബി ചന്ദ്രൻ. ഓപ്ഷൻ സി നക്ഷത്രങ്ങൾ. ഉത്തരം സൂര്യൻ. 3ാമത്തെ ചോദ്യം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ കർത്താവിന്റെ കരുണ. ഓപ്ഷൻ ബി കർത്താവിന്റെ മഹത്വം. ഓപ്ഷൻ സി കർത്താവിന്റെ സ്നേഹം. ഉത്തരം കർത്താവിന്റെ മഹത്വം. 4ാമത്തെ ചോദ്യം കർത്താവിന്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത് എന്ത്? ഓപ്ഷൻ എ കർത്താവിന്റെ പ്രവൃത്തികൾ. ഓപ്ഷൻ ബി കർത്താവിന്റെ കരുണ. ഓപ്ഷൻ സി അവിടുത്തെ വിസ്മയനീയമായ പ്രവൃത്തികൾ. ഉത്തരം അവിടുത്തെ വിസ്മയനീയമായ പ്രവൃത്തികൾ. 5ാമത്തെ ചോദ്യം എന്തിനു വേണ്ടിയാണ് സർവശക്തനായ കർത്താവ് വിസ്മയനീയമായ പ്രവൃത്തികൾ സ്ഥാപിച്ചത്? ഓപ്ഷൻ എ പ്രപഞ്ചം മുഴുവൻ നന്മ നിറയാൻ. ഓപ്ഷൻ ബി പ്രപഞ്ചം മുഴുവൻ കരുണ നിറയാൻ. ഓപ്ഷൻ സി പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി. ഉത്തരം പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി. 6ാമത്തെ ചോദ്യം കർത്താവ് ആഴിയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ അവയുടെ സവിശേഷതകൾ. ഓപ്ഷൻ ബി അവയുടെ നിഗൂഢതകൾ. ഓപ്ഷൻ സി അവയുടെ പ്രവൃത്തികൾ. ഉത്തരം അവയുടെ നിഗൂഢതകൾ. 7ാമത്തെ ചോദ്യം കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ കാലത്തിന്റെ പ്രത്യേകതകൾ. ഓപ്ഷൻ ബി കാലത്തിന്റെ അടയാളങ്ങൾ. ഓപ്ഷൻ സി കാലത്തിന്റെ സൂചനകൾ. ഉത്തരം കാലത്തിന്റെ സൂചനകൾ. 8ാമത്തെ ചോദ്യം കർത്താവ് പ്രഖ്യാപിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ മനുഷ്യന്റെ വിധി. ഓപ്ഷൻ ബി ലോകത്തിന്റെ ഭാവി. ഓപ്ഷൻ സി ഭൂതവും ഭാവിയും. ഉത്തരം ഭൂതവും ഭാവിയും. 9ാമത്തെ ചോദ്യം എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ നിഗൂഢ രഹസ്യങ്ങൾ. ഓപ്ഷൻ ബി
അവിടുത്തെ ദയ. ഓപ്ഷൻ സി അവിടുത്തെ സ്നേഹം. ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ. 10ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ഡാഷ് അവിടത്തേക്ക് അജ്ഞാതമല്ല, ഡാഷ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. ഓപ്ഷൻ എ ഒരു ചിന്തയും ഒരു വാക്കും. ഓപ്ഷൻ ബി ഒരു വിചാരവും ഒരു വാക്കും. ഓപ്ഷൻ സി ഒരു പ്രവൃത്തിയും ഒരു വാക്കും. ഉത്തരം ഒരു ചിന്തയും ഒരു വാക്കും. 11ാമത്തെ ചോദ്യം കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ അവിടുത്തെ ജ്ഞാനം. ഓപ്ഷൻ ബി അവിടുത്തെ മഹിമ. ഓപ്ഷൻ സി അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ. ഉത്തരം അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ. 12ാമത്തെ ചോദ്യം അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് ആര്? ഓപ്ഷൻ എ കർത്താവ്. ഓപ്ഷൻ ബി മനുഷ്യൻ. ഓപ്ഷൻ സി മാലാഖമാർ. ഉത്തരം കർത്താവ്. 13ാമത്തെ ചോദ്യം അവിടുത്തെ ഡാഷ് എത്ര അഭികാമ്യം? അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്? ഓപ്ഷൻ എ പ്രവൃത്തികൾ. ഓപ്ഷൻ ബി സ്നേഹം. ഓപ്ഷൻ സി കൃപ. ഉത്തരം പ്രവൃത്തികൾ. 14ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. അവയെല്ലാം എന്നേക്കും ഡാഷ് നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് ഡാഷ് പുലർത്തുന്നു. ഓപ്ഷൻ എ ജീവിക്കുകയും വിശ്വസ്തത. ഓപ്ഷൻ ബി വാഴുകയും നീതി. ഓപ്ഷൻ സി വിശ്വസ്തതയിൽ സത്യം. ഉത്തരം ജീവിക്കുകയും വിശ്വസ്തത. 5ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. എല്ലാ വസ്തുക്കളും ഡാഷ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഒന്നും അപൂർണമല്ല. ഓപ്ഷൻ എ ജോഡികളായി ദ്വന്ദ്ങ്ങളായി. ഓപ്ഷൻ ബി നല്ലതായി ജോഡികളായി. ഓപ്ഷൻ സി ഭംഗിയായി ദ്വന്ദ്ങ്ങളായി. ഉത്തരം ജോഡികളായി ദ്വന്ദ്ങ്ങളായി. 16ാമത്തെ ചോദ്യം ഒന്ന് മറ്റൊന്നിന് ഡാഷ് ആണ്. ഓപ്ഷൻ എ ചേർന്നു നിൽക്കുന്നു. ഓപ്ഷൻ ബി പൂരകമാണ്. ഓപ്ഷൻ സി നല്ലതാണ്. ഉത്തരം പൂരകമാണ്. 17ാമത്തെ ചോദ്യം അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതിവരുമോ? ഓപ്ഷൻ എ മഹത്വം. ഓപ്ഷൻ ബി തേജസ്. ഓപ്ഷൻ സി മുഖം. ഉത്തരം മഹത്വം. 18ാമത്തെ ചോദ്യം പ്രഭാഷകൻ 42:18 സമാനമായ സുഭാഷിത ഭാഗം ഏത്? ഓപ്ഷൻ എ സുഭാഷിതം 15:11. ഓപ്ഷൻ ബി സുഭാഷിതം 15:1. ഓപ്ഷൻ സി സുഭാഷിതം 15:8. ഉത്തരം സുഭാഷിതം 15:11. 19ാമത്തെ ചോദ്യം പ്രഭാഷകൻ 42:9 സമാനമായ ബൈബിൾ ഭാഗം ഏത്? ഓപ്ഷൻ എ നിയമാവർത്തനം 24:2. ഓപ്ഷൻ ബി നിയമാവർത്തനം 24:1. ഓപ്ഷൻ സി നിയമാവർത്തനം 24:10. ഉത്തരം നിയമാവർത്തനം 24:1. 20ാമത്തെ ചോദ്യം പ്രഭാഷകൻ 42:20 സമാനമായ സങ്കീർത്തന ഭാഗം ഏത്? ഓപ്ഷൻ എ സങ്കീർത്തനം 139 1 മുതൽ 4 വരെ വാക്യങ്ങൾ. ഓപ്ഷൻ ബി സങ്കീർത്തനം 139:10. ഓപ്ഷൻ സി സങ്കീർത്തനം 139:11. ഉത്തരം സങ്കീർത്തനം 139 1 മുതൽ 4 വരെ വാക്യങ്ങൾ. 21ാമത്തെ ചോദ്യം സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നത് ആര്? ഓപ്ഷൻ എ മകൻ. ഓപ്ഷൻ ബി മകൾ. ഓപ്ഷൻ സി മാതാപിതാക്കൾ. ഉത്തരം മകൾ. 22ാമത്തെ ചോദ്യം ചൂടുകൊണ്ട് ദഹിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ പർവ്വതങ്ങൾ. ഓപ്ഷൻ ബി ഭൂമി. ഓപ്ഷൻ സി മനുഷ്യർ. ഉത്തരം പർവ്വതങ്ങൾ. 23ാമത്തെ ചോദ്യം ചൂടുകൊണ്ട് വരളുന്നത് എന്ത്? ഓപ്ഷൻ എ മരുഭൂമി. ഓപ്ഷൻ ബി പർവ്വതങ്ങൾ. ഓപ്ഷൻ സി മനുഷ്യ മനസ്സ്. ഉത്തരം മരുഭൂമി. 24ാമത്തെ ചോദ്യം അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നത് എന്ത്? ഓപ്ഷൻ എ ഭൂമി. ഓപ്ഷൻ ബി സസ്യങ്ങൾ. ഓപ്ഷൻ സി മനുഷ്യർ. ഉത്തരം സസ്യങ്ങൾ. 25ാമത്തെ ചോദ്യം എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത്? ഓപ്ഷൻ എ മൂടൽമഞ്ഞ്.
ഓപ്ഷൻ ബി തണുപ്പ്. ഓപ്ഷൻ സി വേനൽ. ഉത്തരം മൂടൽമഞ്ഞ്. 26ാമത്തെ ചോദ്യം, മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഓപ്ഷൻ എ ഭൂമി തണുക്കുന്നു. ഓപ്ഷൻ ബി ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാക്കുന്നു. ഓപ്ഷൻ സി മൂടൽമഞ്ഞാകുന്നു. ഉത്തരം ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. 27ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 43:23 അത്യുന്നതന്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ സൂര്യനെ സൃഷ്ടിച്ചത്. ഓപ്ഷൻ ബി ഭൂമിയെ സൃഷ്ടിച്ചത്. ഓപ്ഷൻ സി അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത്. ഉത്തരം അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത്. 28ാമത്തെ ചോദ്യം, സമുദ്രത്തിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നത് ആര്? ഓപ്ഷൻ എ കപ്പൽ ജോലിക്കാർ. ഓപ്ഷൻ ബി സമുദ്ര സഞ്ചാരികൾ. ഓപ്ഷൻ സി നാവികർ. ഉത്തരം സമുദ്ര സഞ്ചാരികൾ. 29ാമത്തെ ചോദ്യം, അസാധാരണവും ഡാഷ് സൃഷ്ടികൾ അതിലുണ്ട്. ഓപ്ഷൻ എ അത്ഭുതകരവുമായ. ഓപ്ഷൻ ബി ചെറുതുമായ. ഓപ്ഷൻ സി ഭീകരവുമായ. ഉത്തരം അത്ഭുതകരവുമായ. 30ാമത്തെ ചോദ്യം, എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ ഡാഷ് അതിലുണ്ട്. ഓപ്ഷൻ എ സമുദ്ര സത്വങ്ങളും. ഓപ്ഷൻ ബി ജീവികളും. ഓപ്ഷൻ സി ഇഴജന്തുക്കളും. ഉത്തരം സമുദ്ര സത്വങ്ങളും. 31ാമത്തെ ചോദ്യം, അത്യുന്നതൻ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ എ സ്വന്തം ശക്തിയാൽ. ഓപ്ഷൻ ബി സ്വന്തം മഹിമയാൽ. ഓപ്ഷൻ സി സ്വന്തം ബലത്താൽ. ഉത്തരം സ്വന്തം ശക്തിയാൽ. 32ാമത്തെ ചോദ്യം, എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ എ അവിടുത്തെ നോട്ടത്താൽ. ഓപ്ഷൻ ബി അവിടുത്തെ ശക്തിയാൽ. ഓപ്ഷൻ സി അവിടുത്തെ വചനത്താൽ. ഉത്തരം അവിടുത്തെ വചനത്താൽ. 33ാമത്തെ ചോദ്യം, എല്ലാറ്റിൻ്റെയും സാരം എന്താണ്? ഓപ്ഷൻ എ അവിടുന്നാണ് സർവവും. ഓപ്ഷൻ ബി അവിടുന്നിലാണ് ലോകം. ഓപ്ഷൻ സി അവിടുന്നാണ് എല്ലാം അറിയുന്നത്. ഉത്തരം അവിടുന്നാണ് സർവവും. 34ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? ഓപ്ഷൻ എ പ്രകീർത്തിക്കാൻ. ഓപ്ഷൻ ബി സ്തുതിക്കാൻ. ഓപ്ഷൻ സി നന്ദി പറയാൻ. ഉത്തരം പ്രകീർത്തിക്കാൻ. 35ാമത്തെ ചോദ്യം, എല്ലാ ഡാഷ് അവിടുന്ന് ഉന്നതമാണ്. ഓപ്ഷൻ എ ലോകത്തെയും കാൾ. ഓപ്ഷൻ ബി സൃഷ്ടികളെയും കാൾ. ഓപ്ഷൻ സി വസ്തുക്കളെയും കാൾ. ഉത്തരം സൃഷ്ടികളെയും കാൾ. 36ാമത്തെ ചോദ്യം, ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര്? ഓപ്ഷൻ എ കർത്താവ്. ഓപ്ഷൻ ബി ദുഷ്ടൻ. ഓപ്ഷൻ സി ദൈവം. ഉത്തരം കർത്താവ്. 37ാമത്തെ ചോദ്യം, ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ മാസങ്ങൾ. ഓപ്ഷൻ ബി ഉത്സവ ദിനങ്ങൾ. ഓപ്ഷൻ സി ദിവസങ്ങൾ. ഉത്തരം ഉത്സവ ദിനങ്ങൾ.